നമസ്കാരം. ഇന്ത്യയിലെ ആദ്യ ഡിസൈനർ സൂ എന്ന വിശേഷണത്തിന് അർഹമായതും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മൃഗശാലയുമായ തൃശൂർ പുത്തൂർ അന്താരാഷ്ട്ര സുവോളജിക്കൽ പാർക്ക് വിദേശത്തും സ്വദേശത്തുമുള്ള വിനോദസഞ്ചാര പ്രേമികളെ ആകർഷിക്കുന്നതിനായി തയ്യാറായി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 28 ഈ പാർക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുകയുണ്ടായി. ജനുവരി മുതലാകും പൊതുജനങ്ങൾക്കായി ഇവിടം തുറന്നുകൊടുക്കുക. 370.5 കോടി രൂപ ചെലവിട്ട് 336 ഏക്കർ വിസ്തൃതിയിൽ ഒരുക്കിയിരിക്കുന്ന ഈ സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ സംരക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിനാൽ തന്നെ ഈ പാർക്ക് സഞ്ചാരികളുടെയും പരിസ്ഥിതി നിരീക്ഷകരുടെയും മൃഗസ്നേഹികളുടെയുമെല്ലാം മനം നിറയ്ക്കും. പ്രശസ്ത ഓസ്ട്രേലിയൻ മൃഗശാല ഡിസൈനറായ ജോൺ ഗോയാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് ഇമേജിംഗ് രീതി മൃഗങ്ങളെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നു. മാത്രവുമല്ല, ഇത് കാഴ്ചക്കാർക്ക് വൈവിധ്യമാർന്നതും മറക്കാനാവാത്തതുമായ കാഴ്ചാനുഭൂതി സമ്മാനിക്കുകയും ചെയ്യും. വിവിധ തീമുകൾ അടിസ്ഥാനമാക്കി 23 സോണുകളായാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ തിരിച്ചിരിക്കുന്നത്. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജന്തുജാലങ്ങളുടെ സംഗമഭൂമിയായി ഇവിടം മാറിയിരിക്കുന്നു. നീലഗിരി തഹർ പോലെ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കാണപ്പെടുന്ന മൃഗങ്ങൾ, ജിറാഫ്, കോമൺ എലാന്റ് ഉൾപ്പെടെ അബോറാഡിൽ നിന്നുള്ള നിരവധി മൃഗങ്ങൾ എന്നിങ്ങനെ വൈവിധ്യവും കൗതുകാത്മകവുമായ ജന്തുജാലങ്ങൾ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഇടം നേടിയിരിക്കുന്നു. ഈ സുവോളജിക്കൽ പാർക്കിൽ ഏറ്റവും കൂടുതൽ മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഇടമാണ് സൈലന്റ് വാലിക്ക് സമാനമായി പുനഃസൃഷ്ടിച്ചിരിക്കുന്ന സൈലന്റ് വാലി സോൺ. ഈ സോണിൽ പ്രധാനമായും കുരുങ്ങുകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാടൻ കുരുങ്ങുകൾ, സിംഹവാലൻ കുരുങ്ങുകൾ എന്നിവയാകും പ്രധാനമായും ഇവിടുത്തെ കാഴ്ചകൾ. സൈലന്റ് വാലി സോൺ കൂടാതെ വിവിധതരം പക്ഷികൾക്കായി ഐവറി സോൺ, പാമ്പുകൾക്കും ഉരകവർഗത്തിൽപ്പെട്ട ജീവികൾക്കുമായി റെപ്റ്റൈൽ സോൺ എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ സന്ദർശക ഗാലറികളും ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ലഘുഭക്ഷണത്തിനുമായി 5ഓളം ഇടങ്ങളും പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഉരകമേഖലയിൽ പച്ച അനക്കോണ്ട അടക്കമുള്ള ജീവജാലങ്ങളാണ് സ്ഥാനം നേടിയിരിക്കുന്നത്. ഗ്രേറ്റ് ഏവിയറി സോണിൽ ജലപക്ഷികൾ, മക്കാവുകൾ, ദേശാടന പക്ഷികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പക്ഷികളെ പ്രദർശിപ്പിക്കും. മറ്റൊരു ആകർഷക ഇടമാണ് ആഫ്രിക്കൻ സുലുലാൻഡ് സോൺ. ഈ സോണിൽ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ ആഫ്രിക്കൻ ഹെഡുകൾക്ക് സമാനമായി വൃത്താകൃതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ജിറാഫ്, സീബ്ര എന്നിവയുൾപ്പെടെയുള്ള മൃഗങ്ങളെയാണ് ആഫ്രിക്കൻ സുലുലാൻഡ് മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയ്ക്കൊക്കെ പുറമെ ഏഷ്യൻ സിംഹം, ബംഗാൾ കടുവ എന്നീ മൃഗങ്ങളെയും മറ്റ് അത്യപൂർവ ജന്തുജാലങ്ങളെയും ഈ പാർക്കിൽ കാണാനാവും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സജ്ജമാക്കുന്ന ഹോളോഗ്രാം സൂ സഞ്ചാരികൾക്ക് മറ്റൊരു വ്യത്യസ്ത കാഴ്ചാനുഭവമായി മാറും. എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള ജീവജാലങ്ങളെ വെർച്വൽ സാങ്കേതിക വിദ്യ വഴി തൊട്ടടുത്ത് കാണാൻ വഴിയൊരുക്കുന്ന 45 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രത്യേക ദൃശ്യാനുഭവമാണ് ഹോളോഗ്രാം സൂമിൽ ഒരുക്കുക. ഹോളോഗ്രാം സൂവിനെ കൂടാതെ അത്ഭുത കാഴ്ചയുടെ വിസ്മയ ലോകം സൃഷ്ടിക്കാനായി ഡീർ സഫാരിയും പെറ്റിംഗ് സൂവും ഇവിടെ ഒരുക്കപ്പെടുന്നുണ്ട്. ഈ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതിനോടനുബന്ധിച്ച് പെറ്റിംഗ് സൂ പ്രവർത്തന സജ്ജമാകുമെന്നാണ് സൂചന. ഡീർ സഫാരിക്കായി 70 ഏക്കറോളം സ്ഥലമാണ് പ്രയോജനപ്പെടുത്തുന്നത്. 1995 പുത്തൂരിൽ ഈ സുവോളജിക്കൽ പാർക്കിനായി ഭൂമി ഏറ്റെടുക്കപ്പെട്ടത്. ഇത്തരമൊരു സുവോളജിക്കൽ പാർക്ക് നിർമ്മിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ രാമവർമ്മപുരം എന്നീ സ്ഥലങ്ങളെ പരിഗണിച്ചിരുന്നുവെങ്കിലും പിന്നീട് പശ്ചിമഘട്ടത്തിന്റെ തുടർച്ചയായ പുത്തൂരിന് നറുക്കുവീഴുകയായിരുന്നു. 2012 പ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ ഗോ പുത്തൂർ സന്ദർശിച്ചത്. ആ സ്ഥലം കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ഏറെ സന്തുഷ്ടനായി. ഇത് മൃഗങ്ങൾക്ക് സ്വാഭാവിക ആവാസ വ്യവസ്ഥ ഒരുക്കുന്നതിനായി അനുയോജ്യമായ ഇടമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കുന്നുകളും താഴ്വാരങ്ങളും ഉൾപ്പെടുത്തി ഭൂപ്രകൃതിയെ മൃഗങ്ങൾക്ക് ഇണങ്ങും വിധം രൂപകൽപ്പന ചെയ്താണ് അദ്ദേഹം ഈ സുവോളജിക്കൽ പാർക്കിന് ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഈ സുവോളജിക്കൽ പാർക്കിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ സന്ദർശകർക്ക് ഒരു ദിവസം മുഴുവനും എടുക്കും. മൃഗശാല പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുന്നതോടെ പ്രതിദിനം 12,000 മുതൽ 20,000 വരെ സന്ദർശകർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഗ്ലാസ് മതിലിലൂടെ സന്ദർശക ഗാലറിയിൽ നിന്നും മൃഗങ്ങളെ അടുത്തു കാണാനാകും. സന്ദർശക ഗാലറി കൂടാതെ മൃഗങ്ങളെ കാണാനായി ഓപ്പൺ വ്യൂ പോയിന്റും ഒരുക്കിയിട്ടുണ്ട്. സുവോളജിക്കൽ പാർക്കിനുള്ളിൽ 7 കിലോമീറ്റർ നീളമുള്ള നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്നതിനായുള്ള പ്രത്യേക സൗഹൃദ സ്ഥലങ്ങളും
ഒരുക്കിയിരിക്കുന്നു. മൃഗശാല ഡിസൈനിങ്ങിലെ വിപ്ലവകാരിയായി കണക്കാക്കപ്പെടുന്ന ഓസ്ട്രേലിയക്കാരൻ ജോൺ ഗോ പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ കൂടാതെ 13 രാജ്യങ്ങളിലായി 82-ലധികം മൃഗശാലകളും അക്വേറിയങ്ങളും ബൊട്ടാണിക്കൽ ഗാർഡനുകളും തീം പാർക്കുകളും ദേശീയ ഉദ്യാനങ്ങളും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 160-ലേറെ പദ്ധതികൾ അദ്ദേഹം ഇത്തരത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.